നമസ്കാരം. മലയാളികയുടെ മലയാള അധ്യായത്തിലേക്ക് സ്വാഗതം. വാമൊഴി പാഠത്തിൻ്റെ ഈ അധ്യായത്തിൽ നമുക്ക് മലയാള സംസാര ഭാഷയിലെ നിത്യവും ഉപയോഗത്തിൽ വരുന്ന കുറച്ച് പുതിയ വാക്കുകൾ കൂടി പഠിക്കാം. ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകമായും 2 വാക്കുകളാണ്. അരുത്, പാടില്ല. അരുത് എന്നത് ഇംഗ്ലീഷിലെ ഡോണ്ട് എന്ന അർത്ഥം വരുന്ന വാക്കാണ്. എന്നാൽ പാടില്ല എന്ന് പറയുമ്പോൾ കൂടുതലായി യോജിക്കുന്നത് ഷുഡ് നോട്ട് എന്ന അർത്ഥമാണ്. അംഗീകരിക്കാനാവാത്ത കാര്യം അല്ലെങ്കിൽ അനുവദിക്കാനാവാത്ത കാര്യം, അങ്ങനെയെല്ലാം ഉള്ള അർത്ഥമാണ് അരുത് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് അരുതാത്ത കാര്യം. Something that is not allowed or something that is not acceptable. അരുതാത്ത കാര്യം. അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ അനുവദിക്കാനാവാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നതിനാണ് അരുത്, പാടില്ല എന്നീ വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. അരുത്, പാടില്ല എന്ന ഈ 2 വാക്കുകൾക്കും ഡു നോട്ട്, ഷുഡ് നോട്ട് എന്ന അർത്ഥമാണ് ഉള്ളത്. ഒരു റെസ്ട്രിക്ഷൻസിൻ്റെ ഭാവമാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ വാക്ക് അരുത് എന്നതിന് ഒരു ശക്തമായ താക്കീതിൻ്റെ ഭാവമാണ് വരുന്നത്. രണ്ടാമത്തെ വാക്ക് പാടില്ല എന്നതിന് ഒരു തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഗുണദോഷിക്കലിൻ്റെ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ഭാവമാണ് പാടില്ല എന്ന വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അരുത് എന്നതിന് ചെറിയൊരു ശക്തമായ താക്കീതിൻ്റെ ഒരു ഭാവമുണ്ട്. കുറച്ച് ആഴത്തിൽ ആലോചിച്ചാൽ ഇത് മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് ഉദാഹരണ വാചകങ്ങൾ നോക്കാം. പൂ പറിക്കരുത്. പൂ പറിക്കാൻ പാടില്ല. നുണ പറയരുത്. നുണ പറയാൻ പാടില്ല. മടി കാണിക്കരുത്. മടി കാണിക്കാൻ പാടില്ല. മടിക്കരുത്. മടിക്കാൻ പാടില്ല. പരിസരം വൃത്തികേടാക്കരുത്. പരിസരം വൃത്തികേടാക്കാൻ പാടില്ല. ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം പാഴാക്കാൻ പാടില്ല.
പഴകിയ ഭക്ഷണം കഴിക്കരുത്. പഴകിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വെള്ളം പാഴാക്കരുത്. വെള്ളം പാഴാക്കാൻ പാടില്ല. തീ കൊണ്ട് കളിക്കരുത്. തീ കൊണ്ട് കളിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമം ലംഘിക്കരുത്. നിയമം ലംഘിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യാൻ പാടില്ല. ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാൻ പാടില്ല. വഴക്ക് കൂടരുത്. വഴക്ക് കൂടാൻ പാടില്ല. വൈകി എത്തരുത്. വൈകി എത്താൻ പാടില്ല. അരുത് പാടില്ല. ഈ വാക്കുകളുടെ ഉപയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അരുത് പാടില്ല. ഈ വാക്കുകളുടെ അർത്ഥവും ഉപയോഗവും നല്ലവിധം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ അനുവദിക്കാനാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയുക, വിലക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഈ വാക്കുകളുടെ ഉപയോഗം. ആ രീതിയിലാണ് ഈ വാക്കുകൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഈ വാക്കുകൾ സാധാരണയായി നമുക്ക് ആവശ്യമുള്ളതാണ്. ഉദാഹരണങ്ങളിലൂടെ ഈ വാക്കുകൾ കേട്ടും പറഞ്ഞും വായിച്ചും പരിശീലിക്കുക. ഇതേ നിർദ്ദേശങ്ങൾ തന്നെ മറ്റൊരു വിധത്തിലും മലയാളത്തിൽ പറയാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. മരം മുറിക്കാതിരിക്കുക. ഈ വാചകം മരം മുറിക്കരുത്, മരം മുറിക്കാൻ പാടില്ല എന്നെല്ലാം ഉള്ള അർത്ഥം തന്നെയാണ്. എല്ലാം ഒരേ അർത്ഥമാണ് നൽകുന്നത്. മരം മുറിക്കരുത്, മരം മുറിക്കാൻ പാടില്ല, മരം മുറിക്കാതിരിക്കുക. പൂ പറിക്കാതിരിക്കുക is the same as പൂ പറിക്കരുത്, പൂ പറിക്കാൻ പാടില്ല. മടി കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ മടിക്കാതിരിക്കുക. അതും മടി കാണിക്കരുത് അല്ലെങ്കിൽ മടിക്കരുത്, മടി കാണിക്കാൻ പാടില്ല, മടിക്കാൻ പാടില്ല എല്ലാം ഒരേ അർത്ഥമാണ്. പരിസരം വൃത്തികേടാക്കാതിരിക്കുക. പരിസരം വൃത്തികേടാക്കരുത്, പരിസരം വൃത്തികേടാക്കാൻ പാടില്ല. ഭക്ഷണം പാഴാക്കാതിരിക്കുക.
ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം പാഴാക്കാൻ പാടില്ല. പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. പഴകിയ ഭക്ഷണം കഴിക്കരുത്. പഴകിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വെള്ളം പാഴാക്കാതിരിക്കുക. വെള്ളം പാഴാക്കരുത്. വെള്ളം പാഴാക്കാൻ പാടില്ല. തീ കൊണ്ട് കളിക്കാതിരിക്കുക. തീ കൊണ്ട് കളിക്കരുത്. തീ കൊണ്ട് കളിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമം ലംഘിക്കാതിരിക്കുക. നിയമം ലംഘിക്കരുത്. നിയമം ലംഘിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യാതിരിക്കുക. തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യാൻ പാടില്ല. ബഹളം ഉണ്ടാക്കാതിരിക്കുക. ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാൻ പാടില്ല. വഴക്ക് കൂടാതിരിക്കുക. വഴക്ക് കൂടരുത്. വഴക്ക് കൂടാൻ പാടില്ല. നുണ പറയാതിരിക്കുക. നുണ പറയരുത്. നുണ പറയാൻ പാടില്ല. വൈകി എത്താതിരിക്കുക. അല്ലെങ്കിൽ എത്താൻ വൈകാതിരിക്കുക. അല്ലെങ്കിൽ വൈകാതിരിക്കുക. എല്ലാം വൈകരുത്, വൈകി എത്താൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഉള്ളതാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അരുത്, പാടില്ല എന്നീ വാക്കുകളുടെ അർത്ഥവും എങ്ങനെ ഉപയോഗിക്കണം എന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഇത് പരിസരം വൃത്തികേടാക്കരുത്, പരിസരം വൃത്തികേടാക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്ന അതേ അർത്ഥം തന്നെയാണ് തരുന്നത്. എന്നാൽ കുറച്ച് മാറ്റി പറയുന്നു എന്നേ ഉള്ളൂ. അർത്ഥം ഒന്നു തന്നെയാണ്. നിശബ്ദത പാലിക്കുക. ഇത് നമ്മൾ സാധാരണയായി ലൈബ്രറിയിൽ എല്ലാം കാണുന്ന ഒരു നിർദ്ദേശമാണ്. നിശബ്ദത പാലിക്കുക. കീപ് സൈലൻസ്. ഇത് നമുക്ക് എങ്ങനെ അരുത്, പാടില്ല എന്ന വാക്കുകൾ ഉപയോഗിച്ച് മാറ്റി പറയാം. ഒന്ന് ശ്രമിക്കാം. നിശബ്ദത പാലിക്കുക. എന്നാൽ ശബ്ദമുണ്ടാക്കരുത് എന്ന് അരുത് എന്ന വാക്കുപയോഗിച്ച് പറയാം. അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാൻ പാടില്ല.
അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക എന്നിങ്ങനെയെല്ലാം ഈ വാചകം നമുക്ക് മാറ്റി പറയാവുന്നതാണ്. അടുത്തതായി ഈ വാചകം ശ്രദ്ധിക്കൂ. ഈ നിർദ്ദേശവും നമ്മൾ പലപ്പോഴായി പലയിടങ്ങളിലും കാണാറുള്ളതാണ്. ചപ്പുചവറുകൾ ചവറ്റുകുട്ടയിൽ ഇടുക. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ വാചകം, ഈ നിർദ്ദേശം എങ്ങനെ അരുത്, പാടില്ല എന്നീ വാക്കുകൾ ഉപയോഗിച്ച് മാറ്റി പറയാം. എങ്ങനെ നമുക്ക് ഇത് അരുത്, പാടില്ല എന്ന രീതിയിൽ മാറ്റി പറയാമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചപ്പുചവറുകൾ അവിടെയും ഇവിടെയും വലിച്ചെറിയരുത്. ചപ്പുചവറുകൾ അവിടെയും ഇവിടെയും വലിച്ചെറിയാൻ പാടില്ല. ചപ്പുചവറുകൾ അവിടെയും ഇവിടെയും വലിച്ചെറിയാതിരിക്കുക. ചപ്പുചവറുകൾ ഗാർബേജ്. അവിടെയും ഇവിടെയും meaning here and there. വലിച്ചെറിയുക അർത്ഥം throw. പറയുന്നത് അനുസരിക്കുക. Obey what is being said. ഈ നിർദ്ദേശം നമുക്ക് സാധാരണയായി വീട്ടിൽ കേൾക്കാറുള്ളതാണ്. ഇത് എങ്ങനെ അരുത്, പാടില്ല എന്ന രീതിയിൽ മാറ്റി പറയാമെന്ന് നോക്കാം. അനുസരണക്കേട് കാണിക്കരുത്. അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അനുസരണക്കേട് കാണിക്കാതിരിക്കുക. അനുസരണ എന്നതിനോട് കൂടെ കേട് എന്ന ഒരു വാക്ക് ചേർത്തി അതിനുശേഷം അരുത്, പാടില്ല എന്ന രൂപത്തിൽ മാറ്റി പറയാം. നമുക്ക് അനുസരണക്കേട് എന്ന വാക്കിന് പകരമായി അനുസരണയില്ലായ്മ എന്ന വാക്കും ഉപയോഗിക്കാം. വാചകത്തിന് മറ്റ് വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അനുസരണയില്ലായ്മ കാണിക്കരുത്. അനുസരണയില്ലായ്മ കാണിക്കാൻ പാടില്ല. അനുസരണയില്ലായ്മ കാണിക്കാതിരിക്കുക. എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് തരുന്നത്. ഈ ഉദാഹരണം ശ്രദ്ധിക്കൂ. അച്ചടക്കം പാലിക്കുക. Be disciplined. ഇത് എങ്ങനെ അരുത്, പാടില്ല എന്ന രീതിയിൽ പറയാമെന്ന് നോക്കാം. അച്ചടക്കമില്ലായ്മ കാണിക്കരുത്. അച്ചടക്കമില്ലായ്മ കാണിക്കാൻ പാടില്ല. അച്ചടക്കമില്ലായ്മ കാണിക്കാതിരിക്കുക. അച്ചടക്കം ഡിസിപ്ലിൻ. അച്ചടക്കമില്ലായ്മ lack of discipline or indiscipline. ഷോ കാണിക്കുക. എല്ലാവർക്കും ഈ അധ്യായം ഭംഗിയായി മനസ്സിലായില്ലേ? ഇനി വരുന്ന കുറച്ച് വാചകങ്ങൾ എങ്ങനെ അരുത്, പാടില്ല എന്ന രീതിയിൽ മാറ്റി എഴുതാം അല്ലെങ്കിൽ മാറ്റി പറയാമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ. എല്ലാം നേരത്തെ ഈ അധ്യായത്തിൽ തന്നെ
പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനാൽ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാം എളുപ്പമായിരിക്കും. നിയമം പാലിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക. സത്യം പറയുക. വെള്ളം കരുതലോടെ ഉപയോഗിക്കുക. സമയത്തിന് എത്തുക. എങ്ങനെയാണ് ഈ വാചകങ്ങളെല്ലാം അരുത്, പാടില്ല എന്ന രീതിയിൽ പറയാം എന്ന് ആലോചിക്കുക. ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. അരുത്, പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുവാൻ നമ്മൾ മലയാളത്തിൽ സാധാരണയായി സംസാര ഭാഷയിൽ വേറൊരു രീതിയിൽ പറയാറുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.